ഗായ്സ്, നമ്മളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത്താടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ. 25 വർഷം മുന്നേ അത്ത ഇവിടെ വന്ന കാലത്തുള്ള ഫ്രണ്ടാണ്. പുള്ളി ഒരു വീട് വെച്ച് പാലുകാച്ചായിരുന്നു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കായിരുന്നു പ്രോഗ്രാം. ഞങ്ങൾ അത്തേന്ന് ജോലിക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് വീട് അറിയത്തില്ല. അപ്പം അത്ത പറഞ്ഞെന്നാൽ ശരി, നമുക്ക് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പം വൈകിട്ട് പോവാം. 7 മണി കഴിഞ്ഞു. അവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞാണ്. എന്നാലും ആ ചേട്ടനെ ഒന്ന് കണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മാനം കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാം. കുഞ്ഞാപ്പു ചേട്ടനെ കൊണ്ടുപോകാത്തതുകൊണ്ട് വിഷമിച്ച് നിൽക്കുവാണ്. വരുമ്പം പൊറോട്ട മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അത്ത ഒരുങ്ങുന്നു. അത്തതെൻ്റെ അടുത്ത ഉടുപ്പ് മാറിയിട്ടുണ്ട്. മറ്റേത് കൈലിയായിരുന്നു, അത് മാറി മുണ്ടി ഷർട്ടും ആക്കി. ഞങ്ങളുടെ സുന്ദര കുട്ടപ്പനാണ് നിൽക്കുന്നത്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇറങ്ങും. അപ്പം നല്ല സന്ധ്യയായിട്ടുണ്ട്. 7 മണിയായിരുന്നു. മഴയൊക്കെ ചെറുതായി ചാറുന്നുണ്ട്. ചാരുമൂടിലൊക്കെ നല്ലൊരു മഴ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ താമരക്കുളം റൂട്ട് വഴിയാണ് പോകുന്നത്. അത്ത എൻ്റെ വണ്ടി വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത്താടെ കൂട്ടുകാരൻ്റെ വീട്. അത്ത മുന്നേ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടിട്ട് വരാൻ. അഞ്ജനയുടെ അമ്മയെ കണ്ടത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ യേശപ്പാട് ഒരു വലിയ ഫോട്ടോ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് TV, പിന്നെ നമ്മുടെ ഡൈനിങ് ഹാള്, പിന്നെ നല്ല ഒരു വാഷ് ബേസിന്, നല്ലൊരു വെറൈറ്റി മോഡൽ ഒരു വാഷ് ബേസിന്, പിന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. ഗ്യാസ് മാത്രമേ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് തൊട്ടടുത്തോട്ടാണ് നമ്മുടെ അടുക്കള വരുന്നത്. ഇവിടെയാണ് അടുപ്പൊന്നുമില്ല, നോർമലി ഗ്യാസ് തന്നെയാണ്. പിന്നെ മുകളിലോട്ടാണ് സ്റ്റെയർ, ഒരു വെറൈറ്റി ഇപ്പോഴത്തെ മോഡലൊരു സ്റ്റെയറാണ്, ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. ഇത് ഫസ്റ്റ് റൂമും അത് അറ്റാച്ച്ഡ് അതിൻ്റെ ബാത്റൂമും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പുറത്തോട്ടിറങ്ങാൻ ഒരു ഡോറാണേ. അതേപോലെ കഴിഞ്ഞാൽ അടുത്ത മുറിയാണ്. ആ മുറിയെ ഇതേപോലെ നമ്മുടെ ആ ഫസ്റ്റ് മുറി കണ്ടേ പോലെ തന്നെ ഒരു ബെഡ്, അതേപോലെ തൊട്ടിപ്പുറത്തായിട്ടൊരു ബാത്റൂമുണ്ട്. പിന്നെ അതേപോലെ നല്ലൊരു മിററുണ്ട്. പെൺപിള്ളേരുള്ളിടത്ത് നല്ല മിറർ മസ്റ്റായിട്ട് വേണമല്ലോ. ഇതാണ് നമ്മുടെ ആ ചെറിയൊരു സിറ്റ് ഔട്ടുണ്ട്. യേശുപ്പച്ചൻ്റെ വലിയൊരു ഫോട്ടോ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായി യേശുപ്പയെ കാണാൻ. താഴോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് വലിയൊരു ജനലുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ താഴെയായിട്ടൊരു മുറിയും അറ്റാച്ച്ഡ് ബാത്റൂമും. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് വേറൊരു മുറിയുണ്ട്. താഴെ തന്നെ 2 മുറിയുണ്ട്. ഇതാണ് അത്താടെ ഫ്രണ്ട്, ആ ചേട്ടനും. പിന്നെ വേറൊരു ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മളത് കഴിഞ്ഞ് നേരെ കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞങ്ങളിതേ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ചേച്ചിമാരായിരുന്നേ ഫുഡൊക്കെ നമുക്ക് വിളമ്പുന്നത്. ആദ്യം തന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. AR കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ കായംകുളത്തൊരു കാറ്ററിംഗ് സർവീസ് ആയിരുന്നേ. നമുക്ക് പൊറോട്ടയും ചപ്പാത്തിയും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ നല്ല ഫുഡായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫുഡും കറിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ നമ്പർ താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ ആയിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളത് ഹൗസ് വാമിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പം ഞാൻ വീട് ഒന്നുകൂടെ കാണിച്ചു തരാവേ. ഇതാണ് അത്താടെ കൂട്ടുകാരൻ്റെ വീട്. ഗൈസ്, ഞങ്ങളിതേ പോവാണ്. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളിതേ അത്ത വണ്ടി എടുക്കാൻ വേണ്ടി പോന്നു. നമ്മൾ കഴിച്ചിട്ടൊക്കെ വന്നപ്പോൾ കുഞ്ഞാപ്പൂ അമ്മായി ഇവിടെ നോക്കിയിരിക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും മേടിക്കണ്ടായോ? അപ്പോൾ നമ്മളിതേ അവർക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി കടയിൽ പോവാണ്. അത്തതേ പോകുന്നു. ഇത് നമ്മുടെ സ്ഥിരം ഹോട്ടലാണ്. ഗോപിച്ചേട്ടൻ്റെ ചായക്കടയെന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ചാരുമുട്ടി തന്നെയാണ്. പരുമല ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്. ഗൈസ്, ഇവിടുത്തെ കഥ പറച്ചിലും കാര്യം പറച്ചിലും ഒക്കെ തീർന്നു. ഞങ്ങളിതേ സാധനമൊക്കെ മേടിച്ച് കുഞ്ഞാപ്പൂനുള്ള പാഴ്സൽ മേടിച്ച് ഇറങ്ങുവാണേ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് വലിയ കൊട്ടാരത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞാപ്പൂന് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മറക്കാതെ ബെൽ ഐക്കൺ അമർത്തുക. ബൈ ബൈ.